ചങ്കുകളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളെല്ലാവരുടെയും ഒരു ദുഃഖം തന്നെയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം യദു എന്ന് പറയുന്ന ഡ്രൈവർ. അതായത് അയാളുടെ രാഷ്ട്രീയം നോക്കിയിട്ടോ മതം നോക്കിയിട്ടോ ജാതി നോക്കിയിട്ടോ ഒന്നുമല്ല, ജാതി മത ഭേദമേന്യേ രാഷ്ട്രീയ ഭേദമേന്യേ എല്ലാവരുടെയും മനസ്സിലെ ഒരു വലിയ വിഷമം തന്നെയാണ് യദു എന്ന് പറയുന്ന ഡ്രൈവറെ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പറ്റം അധികാരമോഹികൾ അല്ലെങ്കിൽ അധികാരികളെ അധികാരത്തിൻ്റെ ഹുങ്ക് ഒരു പാവം ഡ്രൈവറോട് കാണിച്ചപ്പോഴേ ജനങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഈ അധികാരമോഹികളെ അധികാര ഹുങ്കന്മാരെ കരക്ക് വീട്ടിലിരുത്തി എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. അതായത് ഗണേഷ് കുമാർ, അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേയർ, പിന്നെ മേയർ ഭർത്താവ് അടക്കമുള്ള ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് വീട്ടിലിരിക്കുന്നുണ്ടെങ്കിൽ അത് ഒരേ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അധികാര ഹുങ്ക് മുഴുവനായിട്ടെന്ന് പറഞ്ഞാൽ യദു എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ്റെ തലയിൽ കെട്ടിവെക്കാൻ വേണ്ടിയിട്ട്, അതായത് ചെറിയൊരു തെറ്റിന് ഇവർ പോയിട്ട് വണ്ടി തടഞ്ഞ് പ്രഹസനം കാട്ടിയത് MLA ആണ്, മേയറാണ് എന്നൊക്കെ പറഞ്ഞ് അവസാനം ഇവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഗണേഷ് കുമാർ എന്ന് പറയുന്ന ഒരാൾ വരുന്നു. ഗണേഷ് കുമാർ ഈ ഒരു പ്രശ്നത്തിൽ ഇടപെട്ടിട്ടില്ലെങ്കിൽ ഇന്നും അയാൾക്ക് പത്തനാപുരം എന്ന് പറയുന്ന മണ്ഡലം ഉണ്ടാകുമായിരുന്നു. പത്തനാപുരം എന്ന് പറയുന്ന മണ്ഡലം കൈവിട്ടു പോകാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം യദു എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ മേയറെയും സംഘത്തെയും രക്ഷിക്കാൻ വേണ്ടിയിട്ട് യദുവിനെ പുറത്താക്കിയത് അവരുമായിട്ടുള്ള പ്രശ്നമല്ല. യദുവിനെ പുറത്താക്കിയത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ യദു പഞ്ചാരി അടിക്കുകയല്ലേ. അതായത് അങ്ങുന്ന മുതൽ, അതായത് വണ്ടി വിട്ടപ്പോൾ മുതൽ യദു ഏതോ ഒരു നമ്പറിലേക്ക് ഇങ്ങനെ വിളിച്ചുകൊണ്ടേയിരുന്നു. ഞങ്ങളത് സൈബർ സെല്ലിന് കൊടുക്കുന്നു, സൈബർ സെല്ലുകാർ അന്വേഷിച്ചിട്ട് ഞങ്ങൾ മുന്നിൽ എത്തിക്കുന്നു എന്നുള്ള തരത്തിൽ. അതായത് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 കണക്കിന് ഡ്രൈവർമാർ പലരുമായിട്ട് സംസാരിക്കുന്നുണ്ട്. എന്നാൽ അവർക്കെതിരെയൊക്കെ നടപടി എടുക്കുന്നുണ്ട്. എന്നാൽ പിന്നെ എല്ലാ ഡ്രൈവർമാരുടെയും നമ്പർ അങ്ങ് കൊടുത്തിട്ട് ആരൊക്കെ സംസാരിക്കുന്നുണ്ട്, ആരൊക്കെ ഡ്യൂട്ടി സമയത്ത് സംസാരിക്കുന്നുണ്ട് എന്ന് ചോദിച്ചൂടെ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് മറുപടി കിട്ടുമെങ്കിൽ അതല്ലേ നല്ലത്. അല്ലാതെ യദു എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ വളരെ മോശക്കാരനാക്കി അയാളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിൽ, ഞാൻ പറഞ്ഞല്ലോ ഇവരുടെ അവസാനത്തെ ഒരു പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സ്ത്രീയുമായിട്ട് ബന്ധമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എവിടെ തീർന്നു. അതാണ് അവസാനത്തെ ഒരു പ്രയോഗം എന്ന് പറഞ്ഞാൽ ഇപ്പം എല്ലാവർക്കും മനസ്സിലായി തുടങ്ങി. അവസാനം എല്ലാവർക്കും മനസ്സിലായി ഇത് ഉടായിപ്പല്ലേ. അതായത് ഒരു പാവം ഡ്രൈവറെ, നിങ്ങൾ ആലോചിക്കും, ഒരു KSRTC ഡ്രൈവറെ, അതും ഒരു താൽക്കാലിക ഡ്രൈവറെ 1000, 700, 800 സാലറി വാങ്ങിക്കുന്ന ഒരു താൽക്കാലിക ഡ്രൈവറെയാണ് ഇവന്മാർ എല്ലാവരും കൂടിയിട്ട് ഇവരുടെ പ്രതികാര നടപടിക്ക് വിധേയനാക്കിക്കൊണ്ട് ഇവർ ജയിക്കണം, ഞങ്ങൾ ജയിക്കണം, ഞങ്ങൾ അധികാരവർഗമാണ്, ഞങ്ങൾ അധികാരികളാണ്, ഞങ്ങൾ ജയിക്കണം എന്നുള്ള തരത്തിൽ എല്ലാവരും കൂടിയിട്ട് ആ ഒരു ചെറുപ്പക്കാരനെ അതിനെ വേട്ടയാടാൻ വേണ്ടിയിട്ട് സിനിമാ താരങ്ങളെ വരെ ഇറക്കി എന്നുള്ളതാണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഒരു സിനിമയിൽ പോലും മഷിയിട്ട് നോക്കിയാൽ കാണാത്ത സിനിമാ താരങ്ങൾ വരെ, അതായത് യദു വണ്ടിയിൽ പോകുമ്പോൾ മോശം ആംഗ്യം കാണിച്ചു എന്നുള്ള തരത്തിൽ വരെ വരുത്തിച്ചിട്ട് ആ ചെറുപ്പക്കാരനെ ഇല്ലായ്മ ചെയ്യാൻ നോക്കിയപ്പോൾ ഇവിടെയുള്ള ജനങ്ങളുണ്ടല്ലോ 4-8 പണിയാണ് ന്യൂമാർക്കിലിട്ട് കൊടുത്തത്. കാരണം എന്താ വെച്ചാൽ ജനങ്ങൾക്ക് ബുദ്ധിയുണ്ടോ? ജനങ്ങൾ അങ്ങനെ ഇങ്ങനെയുള്ള ആൾക്കാരൊന്നും അല്ല. അവർ കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ നിങ്ങളെ നിരീക്ഷിക്കുന്നവരാണ്. അതുകൊണ്ടല്ലേ ഗണേഷ് കുമാർ എന്ന് പറയുന്ന ആ ഒരു MLA വർഷങ്ങളോളം പത്തനാപുരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റേതാണ്, പത്തനാപുരത്ത് വേറൊരാൾക്കും അവിടെ സീറ്റ് കിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തോൽക്കാനുള്ള കാരണം എന്താ? ഈ ഒരൊറ്റ പ്രശ്നം തന്നെയാണ്. ഈ പ്രശ്നം തന്നെയാണ് ശരിക്കും LDF ഗവൺമെൻറ്റിന് വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇവരേക്ക് 34 സീറ്റിലേക്ക് പോയത്. അവിടെയാണ് ചാണ്ടി ഉമ്മൻ എന്ന് പറയുന്ന യുവ നേതാവിൻ്റെ ആ ഒരു വരവ്. അദ്ദേഹം വരുന്നു, യദുവിനെ പരിഗണിക്കുന്നു. കാരണം എല്ലാവരുടെയും ഒരു ആവശ്യമായിരുന്നു. യദു എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ എല്ലാവരെയും ഒരു നൊമ്പരമായിരുന്നു. അയാളും അയാളുടെ ആ മകനും ജീവിക്കാൻ വേണ്ടിയിട്ട് ബസ് ഓടിക്കാൻ അവർ വിടുന്നില്ല. പിന്നീട് എന്ന് പറഞ്ഞാൽ പല ജോലിക്കും പോയി. എവിടെ ചെന്ന് കഴിഞ്ഞാലും പരിഹാസങ്ങൾ. ഞാൻ പറഞ്ഞല്ലോ ഇവന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ ജീവിക്കാൻ പറ്റത്തില്ല. അമ്മാതിരി പരിഹാസവും അതുപോലെ തന്നെ എന്ന് പറഞ്ഞ് ജോലി ചെയ്യാൻ വിടാത്തത്ര ഉപദ്രവവുമായിരിക്കും. അങ്ങനെ ഇയാളെ പുറകെ നടന്ന് ആരെയാണ്? തുല്യ ശക്തിയുള്ള ആരെയല്ല. അതായത് റോബിൻ ബസിൻ മുതലാളിയെ അങ്ങാനമാണ് ഇത് ചെയ്തതെങ്കിൽ നമുക്ക് ചിന്തിക്കാം, ഓക്കെ ബസിൻ്റെ മുതലാളിയാണ്, ലക്ഷങ്ങളൊക്കെ ഉള്ളവനാണ്, അതുപോലെ തന്നെ അയാൾക്ക് ഈ ഒരു ബസ് ഓടിയില്ലെങ്കിൽ ഒരു കുഴപ്പവുമില്ല. ഇതൊന്നുമല്ല. ഇതൊരു അത്താഴ പ്രശ്നക്കാരനായ യദു എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, വെറും ഒരു ഡ്രൈവർ.
അന്നന്ന് കൂലി പണിച്ചിട്ട് അന്നന്ന് ആഹാരം കഴിക്കുന്ന ഒരു ഡ്രൈവർ, അയാൾക്കെതിരെയാണ് MLA യും മന്ത്രിമാരും മറ്റേവരും ഒരു സിസ്റ്റം മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്കെതിരെ പ്രവർത്തിച്ചു. അയാൾക്കെതിരെ അയാളുടെ കൂടെ ജോലി ചെയ്യുന്നവർ വരെ നുണകൾ പടച്ചുവിട്ടു. എന്നിട്ട് ഇപ്പം എന്തായി? നിങ്ങളൊക്കെ സ്വപ്നം കാണാൻ കഴിയുന്നതിലും മേലെ ആ ചെറുപ്പക്കാരൻ ഇന്ന് വണ്ടിയും എടുത്ത് ഓടുന്നത് കണ്ടപ്പോഴേ മലയാളികൾ ഒന്നടങ്കെന്ന് പറഞ്ഞ് കയ്യടിച്ചു എന്നുള്ളതാണ്. അവിടെയാണ് LDF എന്ന് പറയുന്ന ഒരു ഇതിൻ്റെ പരാജയവും UDF എന്ന് പറയുന്നതിൻ്റെ വിജയമെന്നേ ഞാൻ പറയുള്ളൂ. നിങ്ങൾ പലതും ഒഴിവാക്കിയ കാര്യങ്ങൾ, നിങ്ങൾ പലതും എഴുതി തള്ളിയ കാര്യങ്ങളാണ് ഇപ്പോൾ ഈ ഗവൺമെൻറ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ നിങ്ങളൊക്കെ ആലോചിച്ചിട്ടുണ്ടാ? ഈ ഒരു പ്രീ പാസ് വരെ കൊടുക്കേണ്ടത് ശരിക്കും LDF ഗവൺമെൻറ് അല്ലേ? പക്ഷെ അവരിന്ന് എന്താണ് ചെയ്യുന്നത്? ഇത് എങ്ങനെയെങ്കിലും ഒന്ന് തകർക്കാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇപ്പോഴും ഭരിക്കുന്നവർ ഭരിക്കട്ടെ, അവരെ നല്ല രീതിയിൽ വിടൂലെന്ന് നമുക്കറിയാം. പക്ഷേ പൊതുജനങ്ങൾ കൃത്യമായിട്ട് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കണം. അതായത് ഈ യദു എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഇനിയൊരു 5 വർഷം കൂടി വന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നീതി കിട്ടത്തില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഒരിക്കലും ഒരു കാലത്ത് നീതി കിട്ടത്തില്ല. അതായത് 2 വെള്ള ബോട്ടിൽ മുന്നിൽ വെച്ചു എന്ന് പറഞ്ഞിട്ട് ആ ഡ്രൈവറെ സസ്പെൻഡ് ചെയ്യുക, അതുപോലെ തന്നെ വേറെ എന്തോ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് സസ്പെൻഡ്, ഇങ്ങനെയൊക്കെയുള്ള എന്തൊക്കെ പ്രഹസനങ്ങൾ കാണിച്ചു ഒരു എന്താ പറയുക മന്ത്രി എന്ന നിലയിൽ, ഒരു വകുപ്പ് മന്ത്രി എന്ന നിലയിൽ ഗണേഷ് കുമാർ വലിയ പ്രഹസനങ്ങൾ കാഴ്ചവെച്ചപ്പോഴേ ജനങ്ങൾ പറഞ്ഞു, ഗണേശ ഇനി നീ ഏതായാലും മൂലക്കിരിക്കുക, അഹങ്കാരം പോയില്ലേ, എല്ലാ അഹങ്കാരവും പോയില്ലേ, ഇപ്പോഴും കോൺഗ്രസിലേക്ക് കയറാൻ നോക്കുന്നുണ്ട്. അതിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ഞാൻ പിന്നെടുക്കാം. ഏതായാലും മേയർ എന്ന് പറയുന്ന ആ ഒരു യുവതി, അവർക്കും ഒരുപാട് നഷ്ടങ്ങളാണ് സംഭവിച്ചത്. ഒരുപാട് ഉയരങ്ങളിൽ എത്തേണ്ടതായിരുന്നു. ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അവസ്ഥ പരിതാപകരമാണ്. കാരണം ഇനിയൊരു ഇലക്ഷന് പോലും അവരെ നിർത്തിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നിർത്തിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഒരിക്കലും ജയിക്കാൻ കഴിയില്ല. യദു അവിടെ ഉണ്ടാകും. യദുവിൻ്റെ ശാപം വിടാതെ പിന്തുടരും എന്നാണ് എനിക്ക് പറയാനുള്ളത്. എവിടെ മത്സരിച്ച് കഴിഞ്ഞാലും മേയർ കുട്ടി ജയിക്കൂല. കാരണം എന്താ? യദു അവിടെ ഉണ്ടാകും. യദു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധാരണക്കാരൻ്റെ പ്രതിനിധിയാണ്. യദു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധാരണക്കാരൻ്റെ എന്താ പറയേണ്ടത്, സാധാരണക്കാരനാണ്. അധികാര ശക്തികൾ, ദുഷ്ടശക്തികളെല്ലാം ഒരുമിച്ച് കൂടിയിട്ടും തകർക്കാൻ കഴിയാതെ വേറെ ആരെങ്കിലും ഒന്നെങ്കിൽ ജീവൻ ഒടുക്കി കളയും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഇത്രയും സിസ്റ്റങ്ങളാണ് ഒരുമിച്ച് ആ ചെറുപ്പക്കാരനെതിരെ. അപ്പോൾ വേറെ ആരെങ്കിലും ഒന്നെങ്കിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ സമ്മർദ്ദത്തിൻ്റെ ഫലമായിട്ട് എത്ര ഭീഷണി കോളുകൾ, അതായത് നിന്നെ പെണ്ണ് കേസുപ്പെടുത്തും, നിന്നെ ആ കേസുപ്പെടുത്തും, നിന്നെ ഈ കേസുപ്പെടുത്തും എന്ന് പറഞ്ഞിട്ട് എത്ര കോളുകളാണ് വന്നത്. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് ചിലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ജീവൻ കൊടുക്കാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ അത് അയാളുടെ കുടുംബത്തിൻ്റെ ഭാഗ്യമേ ഞാൻ പറയുള്ളൂ. വേറൊരു മനുഷ്യനാണെങ്കിൽ പിടിച്ചേക്കാൻ പറ്റൂല. നാടെങ്ങും വിട്ടുപോയിട്ടുണ്ടാകും. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇന്ന് പിടിക്കും, നാളെ അറസ്റ്റ് ചെയ്യും, മറ്റന്നാൾ അറസ്റ്റ് ചെയ്യുമെന്ന് സ്ഥിരമായിട്ട് വിളിച്ചു പറയുകയാണ്. അതുപോലെ തന്നെ ഇല്ലാത്ത സിനിമാ താരങ്ങളും മറ്റേവരും എല്ലാവരും വരുന്നു ഇവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. ഗണേശാട്ടിനെയും അതുപോലെ ഞങ്ങളുടെ മേയർ ഊട്ടിയെയും മറ്റേവരെയൊക്കെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക ഓരോ ദിവസവും. അപ്പോൾ ഇയാൾക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ ഊരാൻ പറ്റാതെ പൂട്ടിയിടണം എന്നുള്ള തരത്തിൽ ഇവരൊക്കെ നല്ല കളി കളിക്കാൻ നോക്കി. പക്ഷേ ജനങ്ങൾ എതിരാണെന്ന് അറിഞ്ഞപ്പോഴും എല്ലാം പിൻവലിഞ്ഞു. അതാണ് ഉണ്ടായത്, അല്ലാതെ വേറെയൊന്നുമല്ല. ഏതായാലും യദുവിന് അഭിനന്ദനങ്ങൾ, ചാണ്ടിയോമിന് അഭിനന്ദനങ്ങൾ.